ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഈ സമ്മർ ടൈമിൽ ആൾക്കാർ പലതരം ജ്യൂസസ് ട്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ സീസണിൽ തന്നെ കിട്ടുന്ന പച്ചമാങ്ങ കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജ്യൂസിന് ആവശ്യമായ പച്ചമാങ്ങ സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മൂപ്പുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ നോക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് പഞ്ചസാര നമുക്ക് അത്ര കൂടുതൽ അങ്ങ് ചേർക്കേണ്ടി വരില്ല. ഇവിടെ ഞാനിന്ന് 2 മാങ്ങ കൊണ്ടുള്ള പച്ചമാങ്ങ ജ്യൂസാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിലൊരു മാങ്ങ കൊണ്ട് പച്ചമാങ്ങ മിഠായി ആക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ചെറിയൊരു കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം പച്ചമുളകും ചേർക്കാം. പിന്നെ അതുകൂടാണ്ട് ഐസ് ക്യൂബ്സ്, അത് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജ്യൂസിൻ്റെ കൂടെ ഇതും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. കൂടാതെ വെള്ളം, 2 മാങ്ങയ്ക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിലെടുക്കാം. പിന്നെ എടുക്കേണ്ടത് പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പലതരം ജ്യൂസസ് ട്രൈ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് എല്ലാവരും കഴിവതും ഷുഗറൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നോക്കണം. ഒരുപാട് പഞ്ചസാര ശരീരത്തിലെത്തുന്നത് തന്നെ അത്ര നല്ല കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. മാങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 2 എണ്ണം ഇതുപോലെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ജാറും കൂടെ ഇവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സാധാരണ വലിയ ജാറിൽ നമ്മൾ കഷ്ണവും വെള്ളവും എല്ലാം ഒരുമിച്ചിട്ട് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ചെറിയ ജാറിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വലിയ ജാറിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ബാക്കി പറഞ്ഞിരിക്കുന്ന അളവിൽ വെള്ളവും ചേർത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസും, അതായത് പഞ്ചസാരയും ഐസ് ക്യൂബ്സും എല്ലാം കൂടെ ഒരുമിച്ച് വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് വലിയ ജാറിൽ തന്നെ ഒരുമിച്ചിടുക ചെയ്യുന്നത്, കാരണം എനിക്ക് വലിയ ജാറിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും പഞ്ചസാരയും ഐസ് ക്യൂബ്സും ചെറിയ കഷ്ണം, വളരെ ചെറിയൊരു പീസ് മാത്രം പച്ചമുളകും ചേർക്കുക. പച്ചമുളക് ഞാൻ ഇട്ടത് തന്നെ കുറച്ച് കൂടുതലാണ്, കാരണം അത് എരിവില്ലാത്തതാണ്, അതുകൊണ്ട് പ്രോബ്ലം അധികമില്ല. 4 ഗ്ലാസ് ഐസ് വാട്ടറും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഈ അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കാം. എന്നാലും ഒന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു തരിയൊക്കെ ഒന്ന് കളഞ്ഞു കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ്സോ അതുപോലെ മറ്റ് ഫുഡ് കളറുകളോ ഒന്നും ചേർക്കാത്ത നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ ജ്യൂസാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജ്യൂസ് 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ചെയ്യുന്നതിന് മുന്നേ 2-3 ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.